ടൈറ്റ് ആയി അപ്പൊ തമ്പുരാട്ടിക്കുട്ടി, വൈദേഹിക്കുട്ടി, എന്ത് വിളിക്കണം ഞാൻ? തമ്പുരാട്ടിക്കുട്ടി, വൈദേഹിക്കുട്ടി. ഇന്ന് തമ്പുരാട്ടിക്കുട്ടി ഞങ്ങളുടെ തമ്പുരാട്ടിക്കുട്ടിയാണേ. വൈദേഹി കുഞ്ഞേ, എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. ചേച്ചി വന്നീനി. ചേച്ചി വന്നീനി. ഓക്കെ, ഏത് പാട്ടാ മോള് പാടുന്നേ? ഞാൻ പാടുന്ന അപ്പം വേണം അട വേണം. രണ്ടും കൂടെ തരാം. ഓക്കെ, ശരി. അപ്പൊ ഡീറ്റെയിൽസ് പറഞ്ഞേ. ഡീറ്റെയിൽസ്: സിനിമ തച്ചോളി ഒതേനൻ, കറക്റ്റ്. പിന്നെ എഴുതിയത് പി ഭാസ്കരൻ മാഷ്, പിന്നെ സംഗീതം ബാബുക്ക, പിന്നെ പാടിയത് ശാന്ത പി നായരും പി ലീലാമ്മയും, പിന്നെ വർഷം 1964. എന്തല്ലേ ഗൂഗിൾ. ഞാനേ ബാബുക്കാന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് പോലും പറയാനൊരു ചെറിയൊരു ചമ്മല്, കാരണം ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. പക്ഷെ ഇത് ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നു? മമ്മൂക്കയല്ല, ബാബുക്കയാണ്. അതാണ് ഈ സ്റ്റീഫനങ്ങള് തെറ്റിദ്ധരിച്ചു പോയത്. എന്താണ് ചേച്ചിയുടെ പേര് വേദ. വേദ. നല്ല പേര്. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്ത് കാര്യത്തിന് ഏറ്റവും കൂടുതൽ അടി കൂടുന്നത്? പറഞ്ഞോ. എന്തല്ലോ കുന്ത്രാണ്ടം കാണിക്കും. പുതിയ പേരുകളൊക്കെ വരാൻ തുടങ്ങിയിട്ട്. ചേച്ചി കളിച്ചോണ്ടിരിക്കുമ്പോ എന്നോട് ആരെങ്കിലും ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ചോദിച്ചിട്ട് പോയോ. അപ്പൊ പറഞ്ഞു മുണ്ടാണ്ട് പോയിട്ട് മുണ്ടിക്കോ. അടികൂടി. ഓ, നമുക്ക് പഴം കൊടുക്കണോ? ഒരു പഴം ഉണ്ടാക്കി കൊടുത്തേ. അല്ല, ചെറുതായിട്ട് ഉള്ളിന്നൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പച്ചവെള്ളം കൊടുക്കുന്നതിനോട് താല്പര്യമില്ല അവക്ക്. അപ്പൊ ചേച്ചീനെയാണോ ഇഷ്ടം, അമ്മേനെയാണോ ഇഷ്ടം? എനിക്ക് രണ്ടാളും ഇഷ്ടല്ല. എനിക്ക് അമ്മമ്മനെ അവിടുന്ന് പോയി അച്ഛന്റെ അമ്മേനെ എനിക്ക് ഇഷ്ടം. അച്ഛന്റെ അമ്മ ഒന്നും പറയില്ല. മോൾ എന്ത് കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാലും, എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ചീത്ത പറയില്ല, ഒന്നും പറയാൻ അടിക്കത്തില്ല, ഒന്നുമില്ല. എന്ത് പറഞ്ഞതും വാങ്ങിച്ചു തരും. എല്ലാം മേടിച്ചു തരുന്ന ആളെയാണ് ഇഷ്ടം. എന്തും മേടിച്ചു തരൂല. ആരും അമ്മയോ? ഒന്നും മേടിച്ചു തരൂല. കഷ്ടമാണ് കുട്ടികളുടെ ചെയ്യുന്നത്. എന്തെങ്കിലും 10 വയസ്സായിട്ട് ഒരു അണുകൊണ്ട് മുട്ടായി വാങ്ങിച്ചു കൊടുക്കണ്ടായിരുന്നു. മറ്റന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്ക് ആഘോഷിക്കണം. അപ്പൊ മോളെ, ബാബുക്കയുടെ മനോഹരമായിട്ടുള്ളൊരു ഡിഫറൻറ്റ് കമ്പോസിഷനാണ് ഈ പാട്ട്. അപ്പം വേണം അട വേണം. ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് വേറെ ഒരു അപാരമായിട്ടുള്ള സ്റ്റൈലാണ് അദ്ദേഹം ഈ പാട്ടിന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പാടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പം
വൈദേഹി ചക്കരക്കുട്ടി, എന്തോ എനിക്ക് വയ്യ. ഈ പാട്ട് കേട്ട് ഞാൻ തളർന്നു. അശോ. കാരണം വേറൊന്നുമല്ല, ഞങ്ങള് ഈ കച്ചേരിക്കാര് പറയുന്നൊരു വാക്കുണ്ട്, ഉം. കാലപ്രമാണം എന്ന് പറയും. കച്ചേരിക്കൊക്കെ പാടുമ്പോഴത്തേക്ക് ഒരിക്കലും ക്ലിക്ക് ഇട്ടിട്ടൊന്നും അല്ല കച്ചേരി പാടുന്നത്. അത് നമ്മളങ്ങ് പാടുന്നു, അക്കമ്പനിമെന്റ് കൂടെ വരുന്നു. പക്ഷേ കാലപ്രമാണം എന്ന് പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് സാക്ഷാൽ ശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി സാറാണ്. നമ്മൾ ഓടിയാലും അദ്ദേഹത്തിന്റെ കാലപ്രമാണത്തെ കേൾക്കും. നമ്മൾ വലിച്ചാലും അദ്ദേഹം ഒന്ന് വായിച്ച് തങ്കം ചിന്ത തക്കും ചിന്ത തങ്കം ചിന്ത തക്കും ചിന്ത വായിച്ചാൽ നമുക്ക് ഓടാനും പറ്റത്തില്ല, എഴയാനും പറ്റത്തില്ല, അവിടെ തന്നെ നിന്ന് പാടേണ്ടി വരും. എന്ന് പറഞ്ഞ പോലെ മോള് അപ്പം വേണം അട, ആ അടയെല്ലാം കറക്റ്റ് കൃത്യമായിട്ട് ഓൺ ഡോട്ടിലാണ് മോള് പാടുന്നത്. അതുപോലെ തന്നെ എത്രയോ സ്ഥലങ്ങൾ അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു. ആ പക്ഷെ എനിക്കൊരു കാര്യം അറിയണം, ഇപ്പൊ അപ്പമാണോ വേണ്ട അടയാണോ വേണ്ടേ? സാധാരണ അയ്യേ മോളെ, ഈ മധുരമുള്ള അപ്പം ഉണ്ട്, എന്താണ് ചക്കയൊക്കെ ഇട്ടിട്ട്. മധുരം ഇഷ്ടല്ല. അപ്പൊ എന്തായാലും ഞാൻ വിട്ടു. മധുരം ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പിന്നെ ഒന്നുമില്ല. ഷുഗർ ബേബിയാ, ഷുഗർ ബോയ്. മോളൊരു കാര്യം എനിക്കിപ്പോ കൃത്യമായിട്ട് പറയണം. ആ പഴം കഴിച്ചതിന് ശേഷം അമ്മ അടിച്ചോ? പഴം കഴിച്ചതിന് ശേഷം ഉം. ആ ദിവസം 2 പ്രാവശ്യം അടിച്ചായിരുന്നു, പിന്നെ അടിച്ചില്ല. ആ ദിവസം 2 അപ്പൊ പ്രാവശ്യം എന്റെ മന്ത്രത്തിന് എന്തോ കോട്ടം തട്ടിയിരിക്കുന്നു. ബലമില്ലാതെ വന്നിരിക്കുന്നു. ഭഗവാനെ, ഇത് കേട്ടോ? അടിച്ചില്ല. ഏ? ആ ദിവസം അടിച്ചുള്ളൂ, പിന്നെ ആ ദിവസം എന്ന് പറഞ്ഞാൽ ആ ദിവസം ഉച്ചക്കല്ലേ ഞാൻ പഴം തന്നേ. ആ. അതെ, അത് പിന്നെ എഫക്ട് ചെയ്യാൻ 24 മണിക്കൂർ എടുക്കും. അപ്പൊ ഓക്കെ, താങ്ക് യു ഭഗവാൻ. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, പോലീസിനെ വിളിക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ്. ഡേയ്. പോലീസിനെ പേടിയാണോ? ആ. എന്തിനാ മോളെ പേടിക്കുന്നത്? അവര് മനുഷ്യരല്ലേ. സാധാരണ കള്ളന്മാർക്കാ പോലീസിനെ പക്ഷെ അവര് കൈക്കോട്ടെടുത്തിട്ട് എന്നെ തല്ലൂല. തല്ലുന്ന എന്തിനാ തല്ലുന്നേ? കൈക്കോട്ട് എടുത്തിട്ടാണ്. കൈക്കോട്ട് എടുത്തിട്ടോ? കൈക്കോട്ടും കോടാലിയൊക്കെ എടുത്ത് എന്തിനാ തല്ലുന്നേ? കാരണം വിളച്ചില് കാണിച്ചിട്ടല്ലേ. വിളച്ചില് കാണിച്ച തല്ല് തന്നെ വേണം. ഞാൻ വലുതാകുമ്പോ പോലീസാവുന്ന. എന്നിട്ടാണ് പേടി നമുക്ക്. ഓ, എന്നിട്ട് ഞങ്ങളെയൊക്കെ തല്ലും. അതെ. അന്ന് നീ പറഞ്ഞില്ലേടാ എന്റെ സംഗതി പോയി. നന്നായിരുന്നു മോളെ. താങ്ക് യു. ഐതിഹ്യക്കുട്ടി, എന്തോ അപ്പം വേണം അട വേണം അമ്പാടിക്കുട്ടന് ചോറുണ്. ലിറിക്സ് പോലും എന്ത് രസമുള്ള വരികള്. പിന്നെ മോളിങ്ങനെ നല്ല തമ്പുരാട്ടി കുട്ടിയെ പോലെ വന്ന് നിന്ന്, ഞാനിത് ഫസ്റ്റ് ടൈം കേൾക്കുന്ന കേട്ടോ. വായോ വായോ വയനാടൻ കറ്റേ വയറ് നിറച്ച് ചോറ് തരാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുഞ്ഞി കൊച്ചു പിള്ളേർ നിന്ന് ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുമ്പോൾ എന്ത് രസമാണെന്നറിയാം കാണാൻ തന്നെ. അടിപൊളിയായിട്ട് സൂപ്പർ. താങ്ക് യു. വൈദേഹിക്കുട്ടി പോലീസ് ആവണമെന്നല്ലേ പറഞ്ഞേ? ആ. അപ്പൊ വൈദേഹിക്കുട്ടി പോലീസ് ആവണ ഫ്യൂച്ചറിൽ എങ്ങനെയാ വെച്ചാൽ ഉം. അങ്ങനെ നിന്നിട്ട് ഒരു കൈക്കോട്ടായിരിക്കും ലാത്തിക്ക് പകരം. കൈക്കോട്ടത്തിൽ തൂമ്പല്ലേ? ആ അതെ. ആ പോലീസുകാര് കൈക്കോട്ടാണോ വെക്കുന്നത്? അല്ല, അന്നാകുമ്പോ കൈക്കോട്ടാവും. ഒരു വടി. ആണല്ലേ? അതാ അവൾ ഉദ്ദേശിച്ചേ. ഇല്ല, ഉദ്ദേശിച്ചതായിരുന്നു. അപ്പൊ വൈദേഹി ആ? സംസാരിക്കുമ്പോ ഭയങ്കര കംപ്രസ്ഡ് വോയിസാ, എല്ലാം ഇങ്ങനെ ഒരേ എക്സ്പ്രഷൻ, ആ. ഒരു ടോണ് വ്യത്യാസമൊന്നുമില്ല, ഭയങ്കര ടൈറ്റ് ആയിട്ട്. പക്ഷെ പാടുമ്പോ എന്ത് ഫീലാണ് പാടുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു. അതായത് വൈദേഹിക്കുട്ടി, സ്റ്റീഫൻ അങ്ങളുടെ ഒരു ആഗ്രഹം, ഒരു 10 വർഷം കഴിഞ്ഞാൽ വൈദേഹി എങ്ങനെ പാടണം എന്ന് കേൾക്കണം. ഞാൻ ഇപ്പൊ അങ്ങനെ പാടുകയാണെന്ന് വെച്ചാ പിന്നെ ഒരു 10 വർഷം കഴിയും പാടുമ്പോൾ അതിന്റെ വേറെ ലെവലായിരിക്കും. പക്ഷെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ആരാ ഈ പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്? പാട്ട് ഓഡീഷനൊക്കെ ഏച്ചിയും അമ്മയാ പഠിപ്പിച്ചത്. ഓ ഇപ്പൊ പാട്ടൊക്കെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു. അതെ. അപ്പൊ ഈ ഗ്രൂമർക്ക് ഇവിടെ ജോലിയൊന്നുമില്ലേ? അച്ഛനമ്മയാണ് പാട്ട് പഠിപ്പിച്ചിട്ട് ഇവിടുത്തെ ഗ്രൂമേഴ്സും പഠിപ്പിക്കും. എത്ര കടമ്പ കടന്നിട്ടാ സ്റ്റീഫൻ ഇവിടെ വരുന്നത്? ഇവിടെ വരുന്നത് 2, 4, പിന്നെ ഇവിടുത്തെ 4 ഗ്രൂമേഴ്സ്, 8 പേരാണ്. അത് കഴിഞ്ഞ് ഈ 3 പേരെ അവിടെ സഹിക്കും വേണം. എന്തായാലും ഡ്രസ് അല്ലേ സ്റ്റീഫൻ എന്ത് പറയുന്ന? അയ്യോ, ഇത് മലയാളം മങ്ക. ഓ, കാരണം ഇങ്ങനെ ഒരു മുണ്ട് എവിടെ വാങ്ങിക്കാൻ കിട്ടുമെന്നാണ് ഞാൻ അതെ, ഇത് മുറിച്ചെടുത്തതാന്ന് എനിക്ക് തോന്നുന്നത്. ആ കസവ് അല്ല, ഇതായിരുന്നു മടക്കിയത്. ആ ഇത് മടക്കി. മടക്ക. ആ ഈ കസവ് മൊത്തം 2 കാലും മറച്ചു വെച്ചുല്ലോ. അമ്മയുടെ ആണോ അമ്മൂമ്മയുടെ ആണോ ആരുടെയാണ് ഈ മുണ്ട്? ഇത് ഇവിടുത്തെ കോസ്റ്റ്യൂമുകാരുടെ. അപ്പൊ എന്തായാലും വൈദേഹി കലക്കി. വൈദേഹിയുടെ അർത്ഥം എന്താ അറിയോ? പേരിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ. അറിയില്ല, അതും അറിയില്ല. ഇല്ല. പാട്ട് പാടാൻ മാത്രം അറിയല്ലോ. നല്ല പേരാണ്. കാരണം ഈ പേരൊക്കെ അതെല്ലാം പഠിക്കണത്രേ. ഞാൻ 1 പകുതിക്കുന്ന് പോയിട്ടല്ലോ.
ഒന്നില് പകുതിക്കായപ്പോ ഇങ്ങോട്ട് വന്നില്ലേ ആ. അപ്പൊ ഇതിന്റെ അർത്ഥമൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ കുഞ്ഞിരുന്നില്ല. ഓ. ഇവിടെയായിരുന്നു അപ്പൊ അതാ സംഭവിച്ചത്. സാരമില്ല, നമുക്ക് പക്ഷെ പാട്ടിന്റെ പാടിയതിലെ ഫീൽ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തും ഇനിയിപ്പം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അസലായിട്ട് പാടി കേട്ടോ. ടീച്ചറേ, ആ മനോജ് അറിയോ? പിന്നെ മനോജിനെ മനോജ് വെള്ളൂരിനെ അറിയോ? മനോജ് അതന്നെയാണ് മനോജ് വെള്ളൂർ ചേട്ടൻ ഫുൾ ടൈം എനിക്ക് നിന്റെ വീഡിയോ അയച്ചു തരും. ഞാൻ ഇത് ആരാന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. അതെന്റെ ആപ്പനാ. ആപ്പോ ആപ്പൻ. അത് ശരി. ആപ്പൻ എന്ന് പറഞ്ഞൊരു ആപ്പൻ. പേരുണ്ടോ? അച്ഛന്റെ അനിയനാണ്. അച്ഛന്റെ അല്ലെ അച്ഛന്റെ അനിയൻ. അനിയൻ. അങ്ങനെ മനോജ് പറഞ്ഞാൽ മതിയായിരുന്നു. ഈ മനോജ് ആപ്പാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെയാ വിളിക്കുന്നേ. എന്തായാലും ആപ്പനും കൊള്ളാം, മകളും കൊള്ളാം, രണ്ടുപേരും കലക്കൻ വേണ്ട കലാകാരന്മാരാണ്. വേണ്ട കാര്യം അപ്പോ. ഓക്കെ, അതെ. സോ ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ അപ്പൂക്കുറ്റി.